നമ്മളിൽ പലർക്കും ഉറക്കത്തിന് വല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഒരു ഡോക്ടർ അടുത്ത് ചെന്നാൽ നിങ്ങൾ ഉറക്കമൊക്കെ ഒന്ന് ശരിയാക്കി എന്ന് പറയുന്നല്ലാതെ അത് എങ്ങനെ ശരിയാക്കണം എന്നുള്ളത് പലപ്പോഴും ആരും പറഞ്ഞു തരാറില്ല. ഇന്നത്തെ വീഡിയോയിൽ ഉറക്കം ഹൃദയത്തെ എങ്ങനെ ബാധിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും അതുപോലെ ഉറക്കം ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന 5 ടിപ്പുകളും ഞാൻ പറഞ്ഞുതരാം. ഉറക്ക പ്രശ്നമുള്ളവർക്ക് ഹൃദയത്തിൽ എന്തൊക്കെ കേടുകളാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തേത്, ശരീരത്തിലെ രക്തക്കോലുകൾക്കകത്ത് ഇൻഫ്ലമേഷൻ അഥവാ വിട്ടുമാറാത്ത നീർക്കെട്ടുണ്ടാവാൻ ഉറക്ക പ്രശ്നങ്ങൾ കാരണമാവുന്നുണ്ട്. ഈ നീർക്കെട്ടാണ് പിന്നീട് പതുക്കെ ഹാർട്ടിലെ ബ്ലോക്ക് ആയിട്ട് മാറുക. രണ്ടാമത്തെ കാര്യം, ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് BP കൂടാൻ വളരെയധികം സാധ്യതയുണ്ട്. ഓരോ മണിക്കൂർ ഉറക്കം നഷ്ടപ്പെടുന്നതിനനുസരിച്ചും BPയുടെ അളവ് 5 മില്ലിമീറ്റർ മെർക്കുറിയിലധികം കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കണക്ക്. മൂന്നാമത്തെ കാര്യം, കൂർക്കവലിയുള്ള ചില ആളുകൾക്കെങ്കിലും സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യത. എന്താണ് സ്ലീപ്പ് അപ്നിയ? ഉറക്ക സമയത്ത് ഉറക്കം ബ്രേക്ക് ആവാണ്, ശ്വാസം കിട്ടാതെ, ഓക്സിജൻ കുറഞ്ഞിട്ട്. ഇത് ഹൃദയത്തിനെയും BPയെയും ഒരുപാട് ബാധിക്കുന്നുണ്ട്. നാലാമത്തെ പ്രശ്നം, ഉറക്കക്കുറവുള്ള ഒരു വ്യക്തിക്ക് സ്ട്രെസ് ഹോർമോണിന്റെ അളവ് വല്ലാതെ കൂടി വരികയാണ്. ഇത് തീർച്ചയായിട്ടും ഹാർട്ടിന്റെ ആരോഗ്യത്തെ ബാധിക്കും. അഞ്ചാമത്തെ കാര്യം, ഉറക്കക്കുറവ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുമെന്നുള്ളതാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണ്? ശരീരത്തിലെ മൊത്തം താളം തെറ്റിക്കുന്ന ഒരു അവസ്ഥ. എന്ന് വെച്ചാൽ BP കൂടാം, കൊളസ്ട്രോൾ കൂടാം, യൂറിക് ആസിഡ് കൂടാം, കുടവയർ വരാം, ഫാറ്റി ലിവർ വരാം. ഇതെല്ലാം ഉറക്കക്കുറവിൽ നിന്ന് സംഭവിക്കാം. ഇത് തടയാനായിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഉറങ്ങുന്നതിന് 3-4 മണിക്കൂർ മുമ്പേ തന്നെ ഭക്ഷണം ഫിനിഷ് ചെയ്യണമെന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം. ഉറക്കത്തെ സംബന്ധിച്ചിടത്തോളം ഉറക്കത്തിനൊരു ആർക്കിടെക്ചർ ഉണ്ട്. ഇതിന് സ്ലീപ്പ് ആർക്കിടെക്ചർ എന്ന് പറയും. നമ്മുടെ ഉറക്കത്തിന്റെ പാറ്റേൺ, അതിന്റെ ടൈമിംഗ്, അതിന്റെ ക്രമം, ഇതെല്ലാം സ്ലീപ്പ് ആർക്കിടെക്ചറിൽ വരും. മറ്റൊരു കാര്യം സ്ലീപ്പ് ക്വാളിറ്റിയാണ്. എന്താണ് സ്ലീപ്പ് ക്വാളിറ്റി? നമ്മൾ ഉറങ്ങിയതുകൊണ്ട് മാത്രം കാര്യമില്ല, അതൊരു റിഫ്രഷിങ് സ്ലീപ്പ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ നമ്മൾ വളരെ ഫ്രഷ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ശരീരകോശങ്ങളുടെ റിക്കവറി സാധ്യമാവുള്ളൂ. മറ്റൊരു കാര്യം സ്ലീപ്പ് കൺസിസ്റ്റൻസിയാണ്. എന്താണ് സ്ലീപ്പ് കൺസിസ്റ്റൻസി? നമ്മൾ കൃത്യമായിട്ട് ഒരേ സമയത്ത് ഉറങ്ങുന്നു, ഒരേ സമയത്ത് എണീക്കുന്നു. ഇത് ആഴ്ചയിൽ എല്ലാ ദിവസവും, സാറ്റർഡേ സൺഡേ അവധി ദിവസങ്ങളടക്കം ഇതേ ടൈം നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ഫോൺ കർഫ്യൂ ഏർപ്പെടുത്തും. എന്ന് വെച്ചാൽ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്തിന്റെ 1 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗം ഒഴിവാക്കണം. അതുപോലെ തന്നെ TVയുടെ ഉപയോഗം. രണ്ടാമത്തെ കാര്യം, നമ്മൾ രാത്രി ഭക്ഷണം ഉറങ്ങുന്നതിന്റെ 2-3 മണിക്കൂർ മുമ്പ് തന്നെ ഫിനിഷ് ചെയ്യണം. മാത്രമല്ല അത് വയറ് നിറച്ച് കഴിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങുക, ഒരേ സമയത്ത് എണീക്കുക. ഇത് പതിവാകും. നാലാമത്തെ കാര്യം, ഉറക്കത്തിൽ കൂർക്കമലി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഇടയ്ക്ക് ഞെട്ടി ഉണരുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കുക. സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടോ എന്ന് ചെക്കപ്പ് ചെയ്യുക. അഞ്ചാമത്തെ കാര്യം, നമ്മളിൽ ആരെങ്കിലും കോഫി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കോഫി ഉപയോഗിക്കാനേ പാടില്ല. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ആൽക്കഹോളിന്റെ ഉപയോഗവും ഒഴിവാക്കുക. ഉറക്ക പ്രശ്നമുള്ളവർക്കായിട്ടും നന്നായിട്ട് ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.